ഏവർക്കും ഈ കായിക മാമാങ്കത്തിലേക്ക് സുസ്വാഗതം. നമ്മുടെ ഈ കായിക മഹോത്സവത്തിന് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാന്യനായ വട്ടപ്പാറ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ എസ് ശ്രീജിത്ത് അവറുകളാണ്. ആദ്യമായി കുട്ടികൾ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്യുന്നു. അടുത്തതായി ഈശ്വര പ്രാർത്ഥന. ഇതിനായി 10 ശ്രീലകുമാരി ദശമിയെ ക്ഷണിച്ചുകൊള്ളുന്നു. കനിവോടെന്നെ നീ അനുഗ്രഹിക്കൂ, ചിന്മയരൂപാ ചിരഞ്ജീവാ സ്നേഹസന്ധായകാ നമിക്കുന്നു, കനിവോടെന്നെ നീ. ആദ്യം സല്യൂട്ട് ചെയ്ത് കടന്നു പോകുന്നു ജൂനിയർ ബോയ്സ് ക്യാപ്റ്റൻ അഭിരാഗ്. രണ്ടാമതായി സല്യൂട്ട് ചെയ്ത് കടന്നു പോകുന്നു ജൂനിയർ ഗേൾസ് ക്യാപ്റ്റൻ ഗൗരി. മൂന്നാമതായി സല്യൂട്ട് ചെയ്ത് കടന്നു പോകുന്നു സബ് ജൂനിയർ ബോയ്സ് ക്യാപ്റ്റൻ അക്ഷയ്. നാലാമതായി സല്യൂട്ട് ചെയ്ത് കടന്നു പോകുന്നു സബ് ജൂനിയർ ഗേൾസ് ക്യാപ്റ്റൻ അനഘ. സ്വാഗത പ്രസംഗത്തിനായി 10 ശ്രീലകുമാരി നിരഞ്ജനയെ ക്ഷണിച്ചുകൊള്ളുന്നു. കൊടിയേറാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ മികച്ച വിജയം ഈ വർഷത്തിന് പ്രോത്സാഹനമായി ഇന്നിവിടെ നിലകൊള്ളുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച രീതിയിൽ ഒരു കായിക മാമാങ്കം കുറിക്കാൻ നിങ്ങൾക്കേവർക്കുമാകട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ ആശംസിക്കുന്നു. നെടുവേലി സ്കൂളിന്റെ ഈ വർഷത്തെ കായിക മഹോത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാന്യനായ വട്ടപ്പാറ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ എസ് ശ്രീജിത്ത് അവറുകളെ ഞാൻ ഈ യോഗത്തിലേക്ക് സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ സ്കൂളിന്റെ നെടുന്തൂണായ ബഹുമാന്യയായ പ്രിൻസിപ്പൽ ശ്രീമതി ബിന്ദു അവറുകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അടുത്തതായി ആദരണീയയായ നമ്മുടെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ഹാമില ബീവി അവറുകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ, ബഹുമാനയായ ടീച്ചേഴ്സ്, പാരൻസ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് കോടതിയിൽ അത്യാവശ്യമായി പോകേണ്ടതുള്ളത് കാരണം കുറച്ച് വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അടുത്ത കാലത്തായി നമ്മുടെ സൊസൈറ്റിയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സയൻസ് ആയാലും ടെക്നോളജി ആയാലും മെഡിസിൻ ആയാലും സ്പോർട്സ് ആയാലും എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ശരിയെന്ന് കരുതി ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് തെറ്റാണെന്ന് കരുതി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ആധികാരികമായി ശരിയാണെന്ന് വിശ്വസിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും ഇനിയത്തെ കാലത്ത് ചിലപ്പോൾ ശരിയല്ല എന്ന് കരുതി നിർത്തേണ്ടി വരും. നോളജിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ അപ്ഡേഷൻ നടക്കുന്നത്. അപ്പം നമ്മളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അറിവിൻ്റെ കാര്യത്തിൽ ഏത് സമയവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ തന്നെ മുഖ്യധാരയിൽ നിന്ന് നമ്മൾ പലപ്പോഴും പുറന്തള്ളപ്പെടും. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ കാതലായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം എന്നത് പുസ്തകങ്ങളിലുള്ള അറിവുകൾ മാത്രം പഠിച്ച് വിജയം നേടുക എന്നുള്ളതല്ല. നമുക്ക് ലഭ്യമായ അറിവ് സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും സഹജീവികൾക്കും രാജ്യത്തിന് തന്നെയും പ്രയോജനകരമാകുന്ന രീതിയിൽ വിനിയോഗിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ വിദ്യാഭ്യാസം അർത്ഥപൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള സമൂഹത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് അർപ്പണബോധവും ആത്മവിശ്വാസവും അച്ചടക്കമുള്ള ഒരു രാഷ്ട്രപൗരനായി മാറുവാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ കലാകായിക രംഗങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു നാടാണ് നമ്മുടേത്. മുൻകാലങ്ങളിൽ പഠനത്തോടൊപ്പം തന്നെ കുട്ടികൾ കലാരംഗങ്ങളിലും കായിക രംഗങ്ങളിലും നിർമ്മിച്ച ഒരു ഉപഹാരം നൽകുന്നു. ഉപഹാരം സമർപ്പിക്കാൻ പ്രിൻസിപ്പലിനെയും HMനെയും ഉപഹാരം ഏറ്റുവാങ്ങാൻ ബഹുമാന്യനായ SHOയെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീജിത്ത് അവർകൾ, ഏറെ പ്രിയങ്കരിയായ ഹാമില ടീച്ചർ, പ്രിയപ്പെട്ട അധ്യാപകർ, അനധ്യാപകർ, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം ആരോഗ്യകരമായ ഒരു ജീവിത ശൈലി സ്വായത്തമാക്കാൻ ഈ അവസരങ്ങൾ നിങ്ങളെ പ്രാപ്തരാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പഠനം കഴിഞ്ഞുപോയ വട്ടപ്പാറ ശ്രീജിത്ത് അവർകൾ, ഏറെ ബഹുമാനീയയായ പ്രിൻസിപ്പൽ ബിന്ദു ടീച്ചർ, എൻ്റെ അധ്യാപക അനധ്യാപക സഹപ്രവർത്തകരെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമായിട്ടാണ് ഇന്ന് എനിക്ക് ഇവിടെ തോന്നുന്നത്. നമ്മുടെ കുട്ടികളുടെ കായിക കഴിവുകൾ കണ്ടെത്തുന്നതിനും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ സ്കൂൾ തല സ്പോർട്ട് മീറ്റ് വഴി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. We swear that we will take part in the school athletic meet in loyal competition, respecting the rules and regulations which govern the meet, and with desire to participate them in the true spirit of sportsmanship for the honor of our school and the glory of sports. Thank you. മെമ്പർ ദശമി ഈ ടോർച്ചറിനെ അക്കമ്പനി ചെയ്യുന്നു.
ജൂനിയർ കോക്കോ ടീം മെമ്പർ DPE ടോർച്ച് റണ്ണിനെ അക്കംപൈ ചെയ്യുന്നു. സംബന്ധിച്ചിടത്തോളം കലോത്സവവും ശാസ്ത്രമേളയും പോലെ തന്നെ കുട്ടികളുടെ ഉത്സവം തന്നെയാണ് കായികോത്സവവും. സ്കൂളിന്റെ യശസ് വാനോളം ഉയർത്താൻ പ്രാപ്തിയുള്ള കായിക പ്രതിഭകളെ മുൻനിരയിലെത്തിക്കാൻ ഇതുപോലുള്ള സ്പോർട്സ് മീറ്റുകൾക്കാകും. എച്ച് എം ടീച്ചറും പ്രിൻസിപ്പളും പറഞ്ഞതുപോലെ തന്നെ വളരെ മികച്ച രീതിയിൽ നിങ്ങളുടെ കഴിവുകൾ പരമാവധി വിനിയോഗിക്കുവാനും ഈ കായിക മാമാങ്കം വൻ വിജയമാക്കി തീർക്കാനും നിങ്ങൾക്കാകട്ടെ എന്ന് ആദ്യം തന്നെ ഞാൻ ആശംസിക്കുകയാണ്. ഈ യോഗത്തിന് നന്ദി പറയുക എന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ബഹുമാനീയനായ SHO ശ്രീ ശ്രീജിത്ത് അവറുകൾക്ക് സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ സ്കൂളിലെ നെടുന്തൂണുകളായ പ്രിൻസിപ്പൽ ശ്രീമതി ബിന്ദു ടീച്ചർക്കും HM ശ്രീമതി ഹാമില ബേബി ടീച്ചർക്കും എന്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ക്വാളിഫൈ അല്ലല്ലോ, അല്ലടാ ഇത് ക്വാളിഫൈ അല്ല, 3 ക്വാളിഫൈ അല്ല, ഇത് കമ്പ്യൂട്ടർ ഇതാണ്. ഫൈനലാണ്. ചെസ് നമ്പർ വിളിക്കുന്ന കുട്ടികൾ ഉടൻ തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തിച്ചേരാൻ. ഏവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. കാണികൾക്ക് ആവേശം പോരാ. ഏവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. കുട്ടികൾക്ക് ആവേശം പോരട്ടെ. വൈകിട്ടെന്നാൽ പനിയും തിന്നാമെന്ന പ്രയോഗം ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ആരും കൈയടിക്കാൻ മറന്നു പോകരുത്. ശ്രദ്ധിക്കുക. ലോങ് ജംപ് സബ് ജൂനിയർ ഗേൾസ് ചെസ് നമ്പർ വിളിക്കുന്ന കുട്ടികൾ ഉടൻ തന്നെ എത്തിച്ചേരേണ്ട. 144, 148, 150, 164 ചെസ് നമ്പർ വിളിച്ച കുട്ടി. ഒരു കഷ്ണം തരാൻ നോക്കിയിട്ട് പറ്റില്ല, അന്ന് വരാൻ വയ്യ.
ാണ് ചെസ് നമ്പർ വിളിച്ച എല്ലാ കുട്ടികളും ഉടൻ തന്നെ എത്തിച്ചേരേണ്ടതാണ്. ഫസ്റ്റ് പ്ലേസ് നേടിയിരിക്കുന്നത് നിരഞ്ജന ബിയർ. Oh,